ശാന്തി. 27/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ പ്രയത്നം നിങ്ങൾക്കേവർക്കും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ ഞാൻ നിങ്ങളെ സർവ പാപങ്ങളിൽ നിന്നും മുക്തമാക്കും. ചോദ്യം: സർവരുടെയും സദ്ഗതിയുടെ സ്ഥാനം ഏതാണ്? അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മുഴുവൻ ലോകത്തിനും അറിയാൻ കഴിയും. ഉത്തരം: ആബു ഭൂമിയാണ് സർവരുടെയും സദ്ഗതിയുടെ സ്ഥാനം. നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസ് എന്നതിന് നേരെ ബ്രാക്കറ്റിൽ എഴുതാവുന്നതാണ്, ഇത് സർവോത്തമ തീർത്ഥസ്ഥാനമാണ്. മുഴുവൻ ലോകത്തിൻ്റെയും സദ്ഗതി ഇവിടെ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. സർവരുടെയും സദ്ഗതി ദാതാവായ ബാബയും ആദവും അഥവാ ബ്രഹ്മാവും ഇവിടെ ഇരുന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ആദം എന്നാൽ മനുഷ്യൻ, അത് ദേവതയല്ല. അതിനെ ഭഗവാൻ എന്നും പറയാൻ സാധിക്കില്ല. ഓം ശാന്തി. ഡബിൾ ഓം ശാന്തി. കാരണം ഒന്നാണ് ബാബയുടേത്, രണ്ടാമത്തേതാണ് ദാദയുടേത്. രണ്ടുപേരുടെയും ആത്മാവുണ്ടല്ലോ, അതാണ് പരമാത്മാവ്. ഇത് ആത്മാവാണ്. ആ ഒന്നും ലക്ഷ്യം പറഞ്ഞു തരുന്നു. ഞാൻ പരംധാം നിവാസിയാണ്. രണ്ടുപേരും ഇങ്ങനെ പറയുന്നു. ബാബയും പറയുന്നു ഓം ശാന്തി, ഇദ്ദേഹവും പറയുന്നു ഓം ശാന്തി, കുട്ടികളും പറയുന്നു ഓം ശാന്തി. അതായത് നമ്മൾ ആത്മാവ് ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ അകലം വിട്ട് ഇരിക്കണം. അംഗങ്ങൾ സ്പർശിക്കരുത്. കാരണം ഓരോരുത്തരുടെ അവസ്ഥയിലും യോഗത്തിലും രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ചിലർ വളരെ നന്നായി ഓർമ്മിക്കുന്നു, ചിലർ തീർത്തും ഓർമ്മിക്കുന്നില്ല. ആരാണോ തീർത്തും ഓർമ്മിക്കാത്തത് അവർ പാപാത്മാവാണ്, തമോ പ്രധാനമാണ്. ആര് ഓർമ്മിക്കുന്നുവോ അവരായി പുണ്യ ആത്മാവ്, സദോ പ്രധാനം. വളരെയധികം വ്യത്യാസമുണ്ടായല്ലോ. വീട്ടിൽ ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്, എന്നാൽ വ്യത്യാസം ഉണ്ടല്ലോ. അതിനാൽ തന്നെയാണ് ഭാഗവതത്തിൽ ആസുരീയ നാമങ്ങൾ പാടപ്പെട്ടിട്ടുള്ളത്. ഈ സമയത്തിൻ്റെ തന്നെ കാര്യമാണ്. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് ഈശ്വരീയ ചരിത്രം. അത് ഭക്തിമാർഗത്തിൽ പാടുന്നു. സത്യയുഗത്തിൽ ഒന്നും ഓർമ്മയുണ്ടായിരിക്കില്ല, എല്ലാം മറന്നുപോകും. ബാബ ഇപ്പോൾ തന്നെയാണ് ശിക്ഷണം നൽകുന്നത്. സത്യയുഗത്തിൽ ഇത് തീർത്തും മറന്നുപോകുന്നു. പിന്നെ ദ്വാപരയിൽ ശാസ്ത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നു. രാജയോഗം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. അത് ബാബ എപ്പോഴാണോ നേരിട്ട് വരുന്നത് അപ്പോൾ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ബാബ രാജയോഗം പഠിപ്പിക്കുന്നതെന്ന്. വീണ്ടും 5000 വർഷത്തിനു ശേഷം വന്ന് ഇതേപോലെ തന്നെ പറയും, മധുരം മധുരമായ ആത്മീയ കുട്ടികളെ എന്ന് ഒരിക്കലും ഒരു മനുഷ്യനോട് പറയാൻ സാധിക്കില്ല. ദേവതമാർക്ക് ദേവതമാരോട് പറയാൻ സാധിക്കില്ല. ഒരു ആത്മീയ പിതാവ് തന്നെയാണ് ആത്മീയ കുട്ടികളോട് പറയുന്നത്. ഒരു തവണ പാർട്ട് അഭിനയിച്ചു, വീണ്ടും 5000 വർഷത്തിനു ശേഷം പാർട്ട് അഭിനയിക്കും. കാരണം വീണ്ടും നിങ്ങൾ പടി ഇറങ്ങുന്നുവല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യമുണ്ട്. അത് ശാന്തിധാമം അഥവാ പരംധാമം ആണ് എന്നറിയുന്നുണ്ട്. ഭിന്ന ഭിന്ന ധർമ്മത്തിലുള്ള നമ്മൾ ആത്മാക്കൾ ഏവരും നമ്പർ അനുസരിച്ച് അവിടെ വസിക്കുന്നു. നിരാകാരി ലോകത്തിൽ ഏതുപോലെ സ്റ്റാർസിനെ കാണുന്നുവല്ലോ. എങ്ങനെയാണ് നിൽക്കുന്നത്? ഒന്നും കാണപ്പെടുന്നില്ല. മുകളിൽ ഒരു വസ്തുവുമില്ല. ബ്രഹ്മതത്വമുണ്ട്. ഇവിടെ നിങ്ങൾ ഭൂമിയിൽ നിൽക്കുകയാണ്. ഇതാണ് കർമ്മക്ഷേത്രം. ഇവിടെ വന്ന് ശരീരമെടുത്ത് കർമ്മം ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴാണോ എന്നിൽ നിന്നും സമ്പത്ത് നേടുന്നത് അപ്പോൾ 21 ജന്മത്തേക്ക്
നിങ്ങളുടെ കർമ്മം അകർമ്മമാകുന്നു. കാരണം അവിടെ രാവണ രാജ്യമേ ഉണ്ടായിരിക്കുകയില്ല. അത് ഈശ്വരീയ രാജ്യമാണ്. അതിപ്പോൾ ഈശ്വരൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ശിവബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. സ്വർഗം ശിവബാബയാൽ സ്ഥാപിതമായതാണല്ലോ. അപ്പോൾ ശിവബാബയെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ആദ്യം ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. അപ്പോൾ ചക്രവും ഓർമ്മ വരും. കുട്ടികൾ മറന്നു പോകുന്നു. അതിനാൽ അടിക്കടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഹേ മധുരമധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഭസ്മമാകട്ടെ. പ്രതിജ്ഞ ചെയ്യുന്നു, നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ പാപങ്ങളിൽ നിന്നും ഞാൻ മുക്തമാക്കും. ബാബ തന്നെയാണ് പതീത പാവനൻ, സർവശക്തിവാൻ അതോറിറ്റി. ആ ഒന്നിനെ വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയുന്നു. ആ ഒന്ന് മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തെ അറിയുന്നു. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ തുടങ്ങി എല്ലാം അറിയുന്നു. അതിനാലാണ് ഇവയിൽ ഒരു സാരവുമില്ല എന്ന് പറയുന്നത്. ഗീതയിലും ഒരു സാരവുമില്ല. അത് സർവശാസ്ത്രമയി ശിരോമണിയാണ്. മാതാവും പിതാവുമാണ്. ബാക്കിയെല്ലാം കുട്ടികളാണ്. ഇതുപോലെ ഏറ്റവും ആദ്യം പ്രജാപിത ബ്രഹ്മാവാണ്. ബാക്കിയെല്ലാം കുട്ടികളാണ്. പ്രജാപിത ബ്രഹ്മാവിനെ ആദം എന്ന് പറയുന്നു. ആദം എന്നാൽ മനുഷ്യൻ. മനുഷ്യനാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ ദേവത എന്ന് പറയില്ല. ആഡമിനെ ആദം എന്ന് പറയുന്നു. ഭക്തർ ബ്രഹ്മാവാകുന്ന ആഡമിനെ ദേവത എന്ന് പറയുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആഡം എന്നാൽ ആദ്മി, മനുഷ്യൻ. ദേവതയുമല്ല, ഭഗവാനുമല്ല. ലക്ഷ്മി നാരായണൻ ദേവതയാണ്. ഡേറ്റീസം പാരഡൈസിലാണ്. പുതിയ ലോകമാണല്ലോ. അത് വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്. ബാക്കിയെല്ലാം മായയുടെ വണ്ടറാണ്. ദ്വാപരയ്ക്ക് ശേഷം മായയുടെ വണ്ടേഴ്സ് ഉണ്ടാകുന്നു. ഈശ്വരീയ വണ്ടറാണ് ഹെവൻ, സ്വർഗം. അത് ബാബ തന്നെയാണ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ദിൽവാല ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ വാല്യൂ ആർക്കും തന്നെ അറിയില്ല. മനുഷ്യർ യാത്ര ചെയ്യുവാൻ പോകുന്നു. അപ്പോൾ ഏറ്റവും നല്ല തീർത്ഥസ്ഥാനം ഇതാണ്. നിങ്ങൾ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ആബു പർവ്വതം എന്ന് എഴുതുന്നല്ലോ. അപ്പോൾ ബ്രാക്കറ്റിൽ സർവോത്തമ തീർത്ഥസ്ഥാനം എന്നും എഴുതണം. കാരണം നിങ്ങൾക്കറിയാം, സർവരുടെയും സദ്ഗതി ഇവിടെ നിന്നും ഉണ്ടാകുന്നു. ഇത് ആരും അറിയുന്നില്ല. ഏതുപോലെ ഗീത സർവശാസ്ത്രമയി ശിരോമണിയാണോ, അതേപോലെ സർവ തീർത്ഥസ്ഥാനങ്ങളിലും ശ്രേഷ്ഠ തീർത്ഥസ്ഥാനം ആബുവാണ്. അപ്പോൾ മനുഷ്യർ വായിക്കും, അറ്റൻഷൻ പോകും. മുഴുവൻ വേൾഡിലെയും തീർത്ഥസ്ഥാനങ്ങളിൽ വച്ച് ഇതാണ് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനം. അവിടെ ബാബയിരുന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. തീർത്ഥസ്ഥാനങ്ങൾ അനേകം ഉണ്ടായിരിക്കുകയാണ്. ഗാന്ധിയുടെ സമാധിയെയും തീർത്ഥസ്ഥാനമായി മനസ്സിലാക്കുന്നു. എല്ലാവരും പോയി അവിടെ പുഷ്പവും മറ്റും അർപ്പിക്കുന്നു. അവർക്ക് ഒന്നും അറിയില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഹെവൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. പഠനവും വളരെ സഹജമാണ്. ഒരു ചിലവും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ മമ്മയ്ക്ക് ഒരു ചില്ലിക്കാശിൻ്റെ ചിലവുണ്ടായോ? കൗടിയുടെ ചിലവില്ലാതെ പഠിച്ച് എത്ര സമർത്ഥയും നമ്പർ 1 രാജയോഗിനിയായി മാറിയല്ലോ. മമ്മയെപ്പോലെ ആരും വന്നിട്ടേയില്ല. നോക്കൂ, ആത്മാക്കളെ തന്നെയാണ് ബാബയിരുന്ന് പഠിപ്പിക്കുന്നത്. ആത്മാവിന് തന്നെയാണ് രാജ്യം ലഭിക്കുന്നത്. ആത്മാവ് തന്നെയാണ് രാജ്യം പാഴാക്കിയത്. ഇത്രയും ചെറിയ ആത്മാവ് എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. മോശത്തിലും മോശമായ കാര്യമാണ് വികാരത്തിൽ പോകുന്നത്. ആത്മാവ് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നു. ചെറിയൊരു ആത്മാവിൽ എത്ര ശക്തിയുണ്ട്. മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിക്കുന്നു.
ഈ ദേവതമാരുടെ ആത്മാവിൽ എത്ര ശക്തിയുണ്ട്! ഓരോ ധർമ്മത്തിലും അതിൻ്റേതായ ശക്തി ഉണ്ടായിരിക്കുമല്ലോ. ക്രിസ്ത്യൻ ധർമ്മത്തിൽ എത്ര ശക്തിയുണ്ട്! ആത്മാവിൽ എത്ര ശക്തിയുണ്ട്! അത് ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നു. ആത്മാവ് തന്നെയാണ് ഇവിടെ വന്ന് ഈ കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യുന്നത്. അവിടെ മോശമായ കർത്തവ്യം ഉണ്ടാകുന്നില്ല. ആത്മാവ് വികാരി മാർഗത്തിൽ പോകുന്നത് തന്നെ രാവണരാജ്യം ഉണ്ടാകുമ്പോഴാണ്. മനുഷ്യർ പറയുന്നു, വികാരങ്ങൾ സദാ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും, അവിടെ രാവണരാജ്യമേ ഇല്ല. അപ്പോൾ വികാരം ഉണ്ടായിരിക്കുക എങ്ങനെ സാധ്യമാകും? അവിടെയുള്ളത് യോഗബലമാണ്. ഭാരതത്തിൻ്റെ രാജയോഗം പ്രസിദ്ധമാണ്. വളരെ പേർ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോഴല്ലേ, മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇതുപോലെ മഹർഷി ഉണ്ടായിരുന്നു. യോഗം പഠിപ്പിക്കുന്നതിനായി എത്ര പ്രയത്നിക്കുമായിരുന്നു. എന്നാൽ ഈ ഹഠയോഗി രാജയോഗം എങ്ങനെ പഠിപ്പിക്കും എന്നത് ലോകം അറിയുന്നതേയില്ല. ചിന്മയാനന്ദൻ്റെ അടുക്കൽ എത്ര പേർ പോകുന്നു? യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം BKSനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല എന്ന് ഒരു തവണ അദ്ദേഹം പറയുകയാണെങ്കിൽ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ശബ്ദം ഉണ്ടാവുക എന്ന നിയമമില്ല. എല്ലാവരും മനസ്സിലാക്കുകയില്ല. വളരെ പ്രയത്നമുണ്ട്. മഹിമയും ഉണ്ടാകുന്നത് അവസാനമാണ്. അഹോ പ്രഭു, അഹോ ശിവബാബ, അങ്ങയുടെ ലീല എന്ന് പറയുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളല്ലാതെ ബാബയെ സുപ്രീം പിതാവ്, സുപ്രീം ടീച്ചർ, സുപ്രീം സദ്ഗുരുവുമായി മറ്റാരും മനസ്സിലാക്കുന്നില്ല. ഇവിടെയും വളരെ പേരുണ്ട്. അവരെ മുന്നോട്ടു പോകവേ മായ വിഷമിപ്പിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും അറിവില്ലാത്തവരായി മാറുന്നു. വലിയ ലക്ഷ്യമാണ്, യുദ്ധത്തിൻ്റെ മൈതാനമാണ്. ഇതിൽ മായ വളരെയധികം വിഘ്നമിടുന്നു. അവർ വിനാശത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടെ 5 വികാരങ്ങളെ ജയിക്കുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിജയത്തിനു വേണ്ടിയും അവർ വിനാശത്തിനു വേണ്ടിയും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 കാര്യങ്ങളും ഒരുമിച്ച് നടക്കുമല്ലോ. ഇപ്പോൾ സമയം കിടക്കുകയാണ്. നമ്മുടെ രാജ്യം സ്ഥാപിതമായിട്ടില്ല. രാജാക്കന്മാർ, പ്രജകൾ, ഇപ്പോൾ എല്ലാവരും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ പകുതി കൽപ്പത്തേക്ക് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. പിന്നെ മോക്ഷം ആർക്കും ലഭിക്കുന്നില്ല. ഇന്നയാൾ മോക്ഷം പ്രാപിച്ചു എന്ന് അവർ പറയുന്നു. മരിച്ചതിനു ശേഷം എവിടെ പോയി എന്നത് അവർക്ക് അറിയില്ല. ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, ആരാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അവർ വീണ്ടും മറ്റൊരു ശരീരം തീർച്ചയായും എടുക്കും. മോക്ഷം നേടുക സാധ്യമല്ല. കുമിളകൾ ജലത്തിൽ ലയിക്കും എന്നൊന്നുമല്ല. ബാബ പറയുന്നു, ഈ ശാസ്ത്രവും മറ്റുമെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. കുട്ടികളായി നിങ്ങൾ നേരിട്ട് കേൾക്കുന്നു. ചൂടുള്ള ഹൽവ കഴിക്കുന്നു. ഏറ്റവും കൂടുതൽ ചൂടുള്ള ഹൽവ കഴിക്കുന്നത് ആരാണ്? മുന്നിലുള്ളവർ പറഞ്ഞു, ബ്രഹ്മാവ്. ഈ ഒന്ന് തികച്ചും ആ ഒന്നിൻ്റെ സമീപത്ത് ഇരിക്കുകയാണ്. ഉടൻ കേൾക്കുന്നു, ധാരണയും ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹം തന്നെ ഉയർന്ന പദവി നേടുന്നു. സൂക്ഷ്മവതനത്തിൽ, വൈകുണ്ഠത്തിൽ ഇദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം കാണുന്നു. ഇവിടെയും അതിനെ തന്നെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ബാബ പഠിപ്പിക്കുന്നത് സർവരെയുമാണ്. പിന്നെ ഉള്ളതാണ് ഓർമ്മയുടെ പ്രയത്നം. ഓർമ്മയിലിരിക്കുന്നത് ഏതുപോലെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്നു, അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും. ഇതിൽ കൃപയുടെ ഒരു കാര്യവുമില്ല. ബാബ പറയുന്നു, ഞാൻ ലോൺ എടുത്തു, അതിനുള്ള കണക്കുകൾ നൽകും. പിന്നെ ഓർമ്മയുടെ പുരുഷാർത്ഥം ഇദ്ദേഹത്തിനും ചെയ്യേണ്ടതുണ്ട്. സമീപം ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ബാബയെ ഞാൻ ഓർമ്മിക്കുന്നു, വീണ്ടും മറന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ പ്രയത്നം ഇദ്ദേഹത്തിനാണ് ഉണ്ടാകുന്നത്. യുദ്ധമൈതാനത്തിൽ മഹാരഥികളായ ഗുസ്തിക്കാർ ആരാണോ
ഏതുപോലെ ഹനുമാന്റെ ഉദാഹരണമുണ്ട്. അപ്പോൾ മായ അവരുടെ തന്നെ പരീക്ഷയാണ് നടത്തിയത്. കാരണം അവർ മഹാവീരനായിരുന്നു. എത്ര കൂടുതൽ ഗുസ്തിക്കാരനാണോ അത്രയും കൂടുതൽ മായ പരീക്ഷ നടത്തുന്നു. കൊടുങ്കാറ്റ് കൂടുതൽ വരുന്നു. കുട്ടികൾ എഴുതുന്നു, ബാബ നമുക്ക് ഇന്നതെല്ലാം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഉണ്ടാകും. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു, സൂക്ഷിച്ചിരിക്കണം. ഇങ്ങനെ എഴുതുന്നു, ബാബ മായ വളരെയധികം കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നു. ചിലരൊക്കെ ദേഹാഭിമാനിയാണ്. അപ്പോൾ ബാബയോട് പറയുന്നതേയില്ല, നിങ്ങളിപ്പോൾ വളരെയധികം ബുദ്ധിമാന്മാർ ആകുന്നു. ആത്മാവ് പവിത്രമാകുന്നതിലൂടെ പിന്നെ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആത്മാവ് എത്ര അതിശയകരമാകുന്നു. ആദ്യം ദരിദ്രർ തന്നെയാണ് എടുക്കുന്നത്. ബാബയും ഗരീബ് നിവാസ് എന്നാണ് പാടപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവർ വൈകിയായിരിക്കും വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സഹോദരി സഹോദരൻ ആകാത്തത് വരെയും സഹോദരന്മാർ എങ്ങനെയാകും? പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ സഹോദരി സഹോദരന്മാർ ആണല്ലോ. പിന്നെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സഹോദരന്മാരായി മനസ്സിലാക്കൂ. ഇതാണ് ഒടുവിലത്തെ സംബന്ധം. പിന്നെ മുകളിലും സഹോദരന്മാരുമായി പോയി കണ്ടുമുട്ടും. പിന്നെ സത്യയുഗത്തിൽ പുതിയ സംബന്ധം ആരംഭിക്കും. അവിടെ പത്നി, സഹോദരൻ, ഇളയച്ചൻ, അമ്മാവൻ തുടങ്ങി വളരെയധികം സംബന്ധങ്ങൾ ഉണ്ടായിരിക്കില്ല. സംബന്ധങ്ങൾ വളരെ ലഘുവായതായിരിക്കും. പിന്നെ വർദ്ധിച്ചു വരും. ഇപ്പോഴാണെങ്കിൽ ബാബ പറയുന്നു, സഹോദരനും സഹോദരിയും എന്നുപോലുമല്ല, സഹോദരന്മാരായി മനസ്സിലാക്കണം. നാമരൂപത്തിൽ നിന്നും മാറണം. ബാബ സഹോദരങ്ങളെ അഥവാ ആത്മാക്കളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രജാപിത ബ്രഹ്മാവുണ്ട്. അപ്പോൾ സഹോദരി സഹോദരൻ ആണല്ലോ. ശ്രീകൃഷ്ണൻ സ്വയമേ കുട്ടിയാണ്. കൃഷ്ണൻ എങ്ങനെയാണ് സഹോദരന്മാരാക്കി മാറ്റുക? ഗീതയിലും ഈ കാര്യങ്ങളില്ല. ഇത് തികച്ചും വേറിട്ട ജ്ഞാനമാണ്. ഡ്രാമയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു സെക്കൻഡിലെ പാർട്ട് പോലെ ആയിരിക്കില്ല അടുത്ത സെക്കൻഡിലേത്. എത്ര മാസം, എത്ര മണിക്കൂർ, എത്ര ദിവസം കടന്നു പോകേണ്ടതുണ്ട്. വീണ്ടും 5000 വർഷത്തിനു ശേഷം ഇതേപോലെ തന്നെ കടന്നു പോകും. ബുദ്ധി കുറഞ്ഞവർക്ക് ഇത്രയും ധാരണ ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഇത് വളരെ സഹജമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. പഴയ ലോകത്തിൻ്റെ വിനാശവും ഉണ്ടാകേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ സംഗമം ആകുമ്പോഴാണ്. നിങ്ങൾ തന്നെയാണ് ദേവീ ദേവതയായിരുന്നത്. ഇവരുടെ രാജ്യം ആയിരുന്നപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല എന്നത് അറിയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇവരുടെ രാജ്യമേ ഇല്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ അവസാന സമയമാണ്. തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ തൻ്റെ ബുദ്ധി നാമരൂപങ്ങളിൽ നിന്നും മാറ്റണം. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ഇത് അഭ്യസിക്കണം. ദേഹാഭിമാനത്തിൽ വരരുത്. ഓരോരുത്തരുടെ അവസ്ഥയും യോഗവും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. അതിനാൽ അകലം വിട്ട് ഇരിക്കണം. അംഗങ്ങൾ സ്പർശിക്കരുത്. പുണ്യാത്മാവാകുന്നതിനായി ഓർമ്മയുടെ പ്രയത്നം ചെയ്യണം. വരദാനം. ബാബയുടെ സ്നേഹത്തിൽ തൻ്റെ മുഖ്യ കുറവിനെ ബലിയർപ്പണം ചെയ്യുന്ന ജ്ഞാനി ആത്മാവായി ഭവിക്കട്ടെ. ബാബ്ദാദ കാണുന്നുണ്ട്, ഇപ്പോൾ വരെയും 5 വികാരങ്ങളുടെ വ്യർത്ഥ സങ്കല്പം മെജോറിറ്റിയിലും നടക്കുന്നു. ജ്ഞാനി ആത്മാക്കളിൽ പോലും ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഗുണത്തിൻ്റെയും വിശേഷതയുടെയും അഭിമാനം വന്നു പോകുന്നു. ഓരോരുത്തരും തൻ്റെ മുഖ്യ ദൗർബല്യം അഥവാ മുഖ്യ സംസ്കാരം അറിയുന്നുമുണ്ട്. ആ ദൗർബല്യത്തെ ബാബയുടെ സ്നേഹത്തിൽ ബലിയർപ്പിക്കണം. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ തെളിവ്. സ്നേഹി അഥവാ ജ്ഞാനി ആത്മാക്കൾ ബാബയുടെ സ്നേഹത്തിൽ
വ്യർത്ഥ സങ്കല്പങ്ങളെയും സമർപ്പണം ചെയ്യുന്നു. സ്ലോഗൻ: സോമാനത്തിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്ത് സർവർക്കും ബഹുമാനം നൽകുന്ന മാനനീയ ആത്മാവായി മാറൂ. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മനക്ഷത്രത്തിൽ നിന്നും തേജസ്വി കിരണങ്ങൾ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഈ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യവേ ഞാൻ ബാബ്ദാദയുടെ മധുരമായ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ബാബ്ദാദയെ ഞാൻ സ്പഷ്ടമായി മുന്നിൽ കാണുകയാണ്. ബാബ്ദാദയിൽ നിന്നും എൻ്റെ നേർക്ക് വരുന്ന പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നെ സമ്പന്നവും സന്തുഷ്ടവും ആക്കുകയാണ്. ബാബ്ദാദയുടെ വരദാനി ഹസ്തം ഞാൻ എൻ്റെ ശിരസിൽ അനുഭവിക്കുകയാണ്. ബാബ്ദാദയുടെ ഹസ്തത്തിൽ നിന്നും ശക്തികളുടെ വൈബ്രേഷൻസ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതി അനുഭവിക്കവേ ഒരു സെക്കൻഡിൽ എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുകയാണ്. ഈ വിദേഹി അവസ്ഥയിൽ സ്ഥിതി ചെയ്യവേ പരമധാമത്തിൽ മധുരമായ ബാബയുടെ ദിവ്യ തേജസ്വി സ്വരൂപം എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ കാണുകയാണ്. ആ മഹാശക്തിയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ശിവ് ബാബ എന്നിലേക്ക് തൻ്റെ സർവശക്തികളും വർഷിക്കുകയാണ്.
പരമാത്മാ ശക്തികളുടെ തേജസ്വി കിരണങ്ങൾ എന്നെ സർവശക്തി സ്വരൂപമാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും സദോ പ്രധാനതയുടെ ഈശ്വരീയ ശക്തി പകർന്നു നൽകുകയാണ്. സർവ ആത്മാക്കളിലും പ്രകൃതിയിലും സദോ പ്രധാന അവസ്ഥ എമർജ് ആകട്ടെ.